ഓക്കെ, അപ്പോൾ നമ്മള് പോവാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റാ 360 എന്ന് പറഞ്ഞൊരു പുതിയ ക്യാം വാങ്ങിയിട്ടുണ്ട്. വ്ളോഗ് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നപ്പം ഇങ്ങനെ കുറെ റിവ്യൂസ് ഒക്കെ കണ്ട് വാങ്ങിയതാണ്. പക്ഷെ അത്ര വേസ്റ്റ് ആണ് ഗെയ്സ്. ഇത് എൻ്റെ ഒരു 38,000 പോയെന്നല്ലാതെ ഇതിനെക്കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ മല്ലൂസിന്റെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, അതായത് നമുക്ക് പൈസ എന്തായാലും മുടക്കി ഞാൻ എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആക്കുമെന്നുള്ളൊരു വാശിയുണ്ടല്ലോ. അപ്പൊ എനിക്ക് ആ ഒരു വാശിയുണ്ട്. കാരണം ഇത്രയും രൂപ കൊടുത്ത് ഞാൻ ഇത് വാങ്ങി, എനിക്ക് ലിജയുടെ നിന്ന് വഴക്ക് കിട്ടി എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി നല്ല ഗോപ്രോ ആയിരുന്നു എന്നുള്ളൊരു ഇത്. പക്ഷെ ഞാനൊരു എടുത്തിയാട്ടം കയ്യിലും പറ്റും. ഓക്കെ, എന്തായാലും സംഭവിച്ചു. ഇനി അത് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് ഒരു വ്ളോഗിങ് മോഡലൊക്കെ ആയിരിക്കും ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ അറ്റാക്ക് വരും, എനിക്കില്ലെങ്കിൽ ഭയങ്കരമായ ഹൃദയവേദന വരും. ഇതുപോലെ ഞാനൊരു ക്യാം വാങ്ങി ഈ അവസ്ഥയായല്ലോ എന്നുള്ള രീതിയിൽ എനിക്കൊരു വിഷമം വരും. കാരണം ഇത്രയും പൈസയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട്. പിന്നെ മാത്രമല്ല, എൻ്റെ ഒരു വിഷമം തീർക്കാൻ ഞാൻ കുറെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഒക്കെ കണ്ടു. പിന്നെ കുറച്ച് പുതിയ യൂട്യൂബേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അതിനകത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ആയിട്ട് എന്താണെന്ന് അറിയാമോ, ഒരു യൂട്യൂബർ, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ പോവാണെങ്കിൽ കണ്ടന്റ്സിനായിട്ട് നമ്മളങ്ങ് ആകെ സ്ട്രഗിൾ ചെയ്യുകയാണല്ലോ. അപ്പൊ ശരിക്കും നമുക്ക് അത്ര ഒരു സ്ട്രഗിളിങ്ങിന്റെ ആവശ്യമുണ്ടോ? നമുക്കിപ്പം വർക്കിംഗ് ആണ്. എനിക്ക് എന്റെ ഏറ്റവും വലിയ പ്രശ്നം വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 4 വർഷമായി. എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് മടിയുണ്ട്, പിന്നെ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സഫോക്കേഷൻ ആണ്. അപ്പൊ എനിക്ക് തോന്നി അയാൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് എങ്ങനെയാണോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റുക, അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോ എനിക്ക് തോന്നുന്നു ദിസ് വിൽ വർക്ക്. അതായത് എനിക്ക് എന്തായാലും എന്റെ ഹോസ്പിറ്റലിലേക്ക് ഒരു 1 hour ട്രാവൽ ഉണ്ട്. ഒരു 1 hour എനിക്ക് എന്തായാലും മിനിമം വേണം. അപ്പോൾ 1 മണിക്കൂർ ഞാൻ വെറുതെ ഇങ്ങനെ കാറിൽ ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് ഓടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയം എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് വേറെ റിസ്ക് ഒന്നും ഇല്ല. കാരണം ഈ ക്യാം ആണെങ്കിൽ വളരെ ചെറിയ ടൈനി ക്യാം ആണല്ലോ, ഇൻസ്റ്റാ 360. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്ന സ്റ്റിയറിംഗിലാണ്. അത് അടുത്ത മണ്ടത്തരം. കാരണം ഞാൻ ഇങ്ങനെ എന്താ പറയാ ഇതിനൊക്കെ, ഈ സ്റ്റിയറിംഗിൽ വെച്ച് കഴിയുമ്പോൾ ഈ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കറക്കുമെന്നുള്ള കാര്യം അതെന്റെ ബുദ്ധി പോയില്ല. ഈ പെൺബുദ്ധി പിൻബുദ്ധിയാണോ അതോ ഡോക്ടർ അഞ്ജൂസ് ബുദ്ധി പിൻബുദ്ധിയാണോ എന്നുള്ളതാണ് ഇപ്പൊ ഡൗട്ട്. എനിവേസ്, നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്കിപ്പം തോന്നുന്നു കേട്ടോ. ഇപ്പൊ ഒരു കുറച്ച് നേരമായിട്ടുള്ള എന്റെ ഐഡിയ ആണ്. ഇനിയും പൊസിഷൻ മാറ്റണം. ഇതാകുമ്പോൾ സേഫ് ആണ്. കാരണം നമുക്ക് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുകയും ചെയ്യാം. നമുക്കിപ്പം കൂടെ ഇരുന്ന് ഒരാളുടെ കാര്യം പറയുന്നതിലിരുന്ന് കാര്യം പറയുകയും ചെയ്യാം. നമുക്ക് ക്യാമിലേക്ക് നോക്കണമെന്നോ ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് നമ്മുടെ ഹാൻഡും യൂസ് ചെയ്യണ്ട. ജസ്റ്റ് ഇതെവിടെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കുറെ കാര്യങ്ങളുണ്ടാവല്ലോ. ഓക്കെ, അപ്പോ ഇനി കുറച്ച് ദിവസത്തേക്ക് എന്നെ ഇങ്ങനെയായിരിക്കും നിങ്ങൾ സഹിക്കേണ്ടി വരിക. കാരണം ഒരു യൂട്യൂബിൽ നിന്ന് അങ്ങനെ പൈസ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ യൂട്യൂബ് ചെയ്യുന്നത്. യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയതിന് എനിക്ക് പ്രത്യേക ഒരു റീസൺ ഉണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. എന്തുകൊണ്ട് ഞാനൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെയുള്ളത് ഒരു വലിയ കഥയാണ്. അത് ഒരിക്കലും ഇങ്ങനെ യൂട്യൂബ് ഒക്കെ ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു. യൂട്യൂബ് നമ്മുടെ ഈ ചാനൽ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് വളരും. അപ്പോൾ എന്റെ ഇന്റർവ്യൂ ഒക്കെ ആരെങ്കിലും എടുക്കും. ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ വൈ ഐ സ്റ്റാർട്ടഡ് ദി യൂട്യൂബ് ചാനൽ എന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കും. അതിന് ഉത്തരം പറയാനായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ, അത് ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ പ്രത്യേക റീസൺ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യൂട്യൂബ് തുടങ്ങിയത്. യൂട്യൂബ് എന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ആണ് ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയെടുത്തത്. ഇപ്പൊ നമ്മുടെ ചാനലിന് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നോ, നമ്മുടെ ഫാമിലി എത്ര പേരുണ്ടെന്നോ,
ഒന്നും ഉള്ളതല്ല. ശരിക്കും എത്ര വ്യൂസ് എൻ്റെ വീഡിയോസിന് കിട്ടുന്നു എന്നുള്ളതൊന്നും അല്ല. പക്ഷേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കുറേ മാറ്റങ്ങളുണ്ടായി. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു കോൺഫിഡൻസ് കൂടി. എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണ്ട്. ബട്ട് അതെൻ്റെ പ്രൊഫഷൻ ഒട്ടും ചേർന്നൊരു ആറ്റിറ്റ്യൂഡല്ല. ഈ ആളുകളോട് സംസാരിക്കാൻ പ്രശ്നം തോന്നുക, അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുക എന്നുള്ളത്. കാരണം ആസ് എ ഡോക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാനാണ്, നമ്മൾ എപ്പോഴും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും. ഒരു പേഷ്യന്റ് വന്നിരിക്കും. ആ പേഷ്യന്റ് എപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രേഞ്ചറാണ്. പിന്നെ നമ്മൾ അയാളുടെ കഥകൾ കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഥകൾ കേൾക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്ന ഡോക്ടേഴ്സാണ്. കാരണം പേഷ്യൻസിന്റെ ഓരോ പേഷ്യന്റും ഓരോ കഥയാണ്, ഓരോ സ്റ്റോറിയാണ്. അവർക്ക് പല ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ പറയാനും ഇഷ്ടമാണ്. പക്ഷേ ആസ് എ ഡോക്ടർ ഞാൻ കൂടുതൽ കേൾക്കുകയാണ് ചെയ്യുക. കേട്ടാലേ നമുക്ക് അവരെന്താണെന്ന്, അവർക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവരെന്താണ്, അവർക്ക് എന്താണ് എന്ന് മനസ്സിലാവും. അത് രണ്ടും നമുക്ക് ഡയഗ്നോസിസിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊരു കണ്ടീഷൻ എടുത്താലും. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ പറയാൻ സമ്മതിക്കും. അപ്പോൾ ഇങ്ങനെ കേട്ട് ശരിക്കും വീട്ടിൽ വരുമ്പം എന്താ പറയാ, നമ്മൾ എക്സോസ്റ്റഡ് ആവും. എന്ന് വെച്ചാൽ അത്രയും നേരം നമ്മളിങ്ങനെ ശരിക്കും ഓഫ് കോഴ്സ് എന്താ പറയാ, ഒരു ഡോക്ടർ അടുക്കെ വന്ന് നമ്മൾ നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയാം. നമ്മളുടെ വിഷമങ്ങൾ, നമുക്കുള്ള ദുഃഖങ്ങൾ, നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ പറയാം. അപ്പോൾ നമ്മളൊരു ഒപ്പിയിലൊരു ഇത്ര സമയം ഇരിക്കുന്നു, അത്രയും നേരം നമ്മൾ ഇത് തന്നെ കേട്ട് നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ എക്സോസ്റ്റ് ആവും. ഒരു മനുഷ്യന്റെ ഒരു വിഷമം പറയുമ്പം നമ്മളുടെ മനസ്സും വിഷമം ഉണ്ടാവുന്നുണ്ടല്ലോ. നമ്മളത് പുറത്ത് കാണിക്കുന്നില്ല എങ്കിൽ കൂടിയും ഒരാളുടെ വിഷമത്തിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ വിഷമം ഉണ്ടാവും. ആ വിഷമം കേട്ട് ഒരു നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ലോ ആവും, ഡള്ളാവും, ഒക്കെ ആവും. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെൽപ്പ് ചെയ്തില്ലെന്ന് പറയുന്നില്ല. കാരണം കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള, കുറച്ച് ഡിസ്ട്രാക്ട് ചെയ്യുന്ന, എന്നെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ യൂട്യൂബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 3 വർഷക്കാലം നമ്മൾ ഈ ചാനൽ തുടങ്ങി ഒരു 1 ഇയർ വലിയ കുഴപ്പമില്ലാതൊക്കെ ഞാൻ ആക്റ്റീവായിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ ആ ഒരു സാഹചര്യം മാറിയപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബിൽ നിന്ന് ഡിവേർട്ടായിട്ട് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഉണ്ട് നമ്മൾ ആ തുടങ്ങി വെച്ച ഒരു കാര്യത്തിന്റെ ഒരു മഹത്വം കൊണ്ടായിരിക്കും കുറച്ച് പേര്, നമ്മളുടെ ഫാമിലിയിലുള്ള തന്നെ കുറച്ച് പേര്, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഞാൻ എപ്പോഴും ഫാമിലിന്നാണ് കരുതുന്നത്. കാരണം വെച്ചാൽ ഞാനൊരു 2 വർഷം ഒട്ടും വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലും മെയിൽ ത്രൂ ആയാലും കമന്റ്സിലൂടെ ആയാലും, എസ്പെഷ്യലി അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അക്ബർ ബ്രോ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വീഡിയോസ് ഇട് ഡോക്ടർ, വീഡിയോസ് ഇട്, എവിടെ പോയി, ഡോക്ടർക്ക് സുഖമാണോ, ഡോക്ടർക്ക് എന്തെങ്കിലും പറ്റിയോ. അപ്പൊ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും ഇങ്ങനെയുള്ള സംസാരങ്ങളും ഒക്കെ ഇറ്റ് മീൻസ് എ ലോട്ട് യുനോ. അതായത് നമ്മളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമ്മളോട് ജസ്റ്റ് നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ട് അതിൽ മാത്രം നമ്മളെ പരിചയമുള്ള ആൾക്കാർ നമ്മളെ ഇങ്ങനെ തിരക്കുക, നമ്മളുടെ ആബ്സെൻസിൽ അവർ നമ്മളെ അന്വേഷിക്കുക, അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, കുറച്ച് പേരുടെ സ്നേഹം, അപ്പൊ അത് നല്ല രസമുള്ളൊരു കാര്യമല്ലേ. നമ്മളെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നാളിങ്ങനെ പോട്ടെ എന്ന് വെച്ചാൽ ഇത് സഹിക്കേണ്ടി വരും കേട്ടോ. ഇത് സഹിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ആരെയും വീഡിയോ കാണിക്കുന്നില്ല. പക്ഷെ ഇതുപോലെയുള്ള എന്താ പറയാ സംസാരമൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും വീഡിയോ കാണുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെന്റിങ് മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഞാൻ എപ്പോഴും ജേർണലിംഗ് ഉണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട് തോന്നുന്നതൊക്കെ. പക്ഷേ കുറച്ച് നാൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വീഡിയോ ഡോക്യുമെന്റേഷൻ എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മുടെയൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ, വയസ്സായി കഴിയുമ്പോൾ നമ്മൾ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ള ഒരു തിരിഞ്ഞു നോട്ടം. അതിന് വീഡിയോ റെക്കോർഡിംഗ് ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും ജസ്റ്റ് നമുക്കും നമ്മളുടെ എന്താ ഇപ്പം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും വളരുമ്പം അമ്മ എന്ത് ചെയ്തിരുന്നു, അമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെയുള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മള് കുറച്ച് നമ്മളുടെ ഒരു വൈബ് ഇങ്ങനെയായിരുന്നു, നമ്മൾ ഒട്ടും മോശമല്ലായിരുന്നു എന്നുള്ള ഇംപ്രഷനെങ്കിലും ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനൊരു വീഡിയോ റെക്കോർഡിങ് അല്ലെങ്കിൽ വീഡിയോ ജേർണലിംഗ് കൂടിയാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാകുമ്പോ എന്താ പറയാ, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം കുറച്ച് ദിവസത്തേക്കൊന്നും അറിയത്തില്ല, പക്ഷെ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മളുടെ വീഡിയോസ് ഉണ്ടാകുക. എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ ഇന്നിപ്പോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്റെ മനസ്സിലുള്ള എന്തൊക്കെയാന്ന് പറയണമല്ലോ. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ചാനലിന്റെ ആ ഒരു രീതിയെ മാറി വേറൊരു രീതിയിലേക്ക് കടക്കുമ്പോൾ സ്ഥിരമായി കാണുന്ന കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് നമ്മളുടെ ഫാമിലിയിൽ. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ തോന്നില്ല ഈ ഡോക്ടർക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവരറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം.